ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടിട്ട് ഇപ്പോൾ കേരളത്തിൽ ചിലയിടങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടൊക്കെ പെട്ടിയിലായി, ഇനി ഫലം വരാൻ ദിവസങ്ങൾ ബാക്കിയുണ്ട്. എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിൻ്റെ ആവേശത്തിലാണ് UDF ക്യാമ്പുകൾ. മുഖ്യമന്ത്രി ആരാകണം, ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ ഭരിക്കണമെന്നൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ചിലർ മുഖ്യമന്ത്രിയാകാൻ പുതിയ ഖദർ കുപ്പായം വരെ ഇസ്തിരിയിട്ട് വച്ചിട്ടുണ്ടാകും. ലഡുവിനും പടക്കത്തിനും മുൻകൂർ ഓർഡറും കൊടുത്തു കാണും. ഈ എക്സിറ്റ് പോളുകൾ കണ്ടിട്ടുള്ള ചിലരുടെ ഈ ആവേശം കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം ഇതൊക്കെ വോട്ടിംഗ് യന്ത്രം തുറക്കുന്നത് വരെയുള്ള ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണെങ്കിൽ അതിനുശേഷം ഇവരുടെ അവസ്ഥ, യഥാർത്ഥ ഫലം വരുമ്പോൾ ഈ എക്സിറ്റ് പോളുകളെല്ലാം തലകീഴായി മറിഞ്ഞാൽ എന്തായിരിക്കും ഈ ആഘോഷക്കാരുടെ അവസ്ഥ? മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് പുതിയ കുപ്പായം തുന്നിവച്ചവർ ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ ഈ കാണിക്കുന്ന ആവേശമൊക്കെ ഒറ്റയടിക്ക് കെട്ടുപോകില്ലേ? അങ്ങനെയൊരു അബദ്ധം പറ്റിയ ചരിത്രം അവർക്ക് മുൻപും ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പാൽക്കുടം തലയിൽ വച്ചുള്ള പകൽക്കിനാവുകൾ കണ്ടിട്ട് കാര്യമില്ല എന്ന് അവരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കാര്യഗൗരവത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? വെറുതെയല്ല, കണക്കുകളുടെ പിൻബലത്തോടെ തന്നെ നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊന്ന് എടുത്തു നോക്കൂ. 2006 മുതൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവരുടെ സീറ്റ് നിലയിൽ എവിടെയും ഒരു വലിയ വീഴ്ചയോ ചാഞ്ചാട്ടമോ ഉണ്ടായിട്ടില്ല. അവരുടെ വോട്ട് ബാങ്ക് അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 2006 അവർക്ക് 98 സീറ്റ് കിട്ടി. ഇനി 2011 കാര്യം എടുക്കാം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF കഷ്ടിച്ച് ഭരണം പിടിച്ച വർഷമാണിത്. വെറും 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവർ അന്ന് സർക്കാർ ഉണ്ടാക്കിയത്. പക്ഷേ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം CPM എന്നാണ്. ഭരണം കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ പിന്തുണയിൽ CPM തന്നെയായിരുന്നു അന്നും മുന്നിൽ. പിന്നീട് 2016 LDF 91 സീറ്റ് നേടി ശക്തമായി തിരിച്ചു വന്നു. 2021 99 സീറ്റോടെ വീണ്ടും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഭരണം നിലനിർത്തി. ഈ കണക്കുകൾ കാണിക്കുന്നത് എന്താണ്? മാധ്യമങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയ്ക്ക് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ UDFൻ്റെ അവസ്ഥ നോക്കൂ. അവർക്ക് ചിലപ്പോൾ വലിയ വിജയം കിട്ടും, ചിലപ്പോൾ വൻ തകർച്ചയായിരിക്കും. അവരുടെ സീറ്റുകളിൽ എപ്പോഴും വൻ ചാഞ്ചാട്ടങ്ങൾ കാണാൻ കഴിയും. ഒരു സ്ഥിരതയുമില്ലാത്ത വോട്ട് ബാങ്കാണ് അവരുടേത്. ഇനി ഈ എക്സിറ്റ് പോളുകളുടെ മറ്റൊരു വലിയ തമാശ കൂടി നോക്കാം. ഒട്ടുമിക്ക സർവേകളും UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നു. LDFന് പകുതി സീറ്റുകൾ പോലും തികച്ചു നൽകാൻ പല ചാനലുകളും തയ്യാറല്ല. എന്നാൽ ഈ സർവേകളിലെല്ലാം തന്നെ ഒരു വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. LDF അധികാരത്തിൽ കയറി 10 വർഷം കഴിയുമ്പോഴും ഇനി കേരളം ആര് ഭരിക്കണം, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് ഈ സർവേകളിൽ പങ്കെടുത്ത ജനങ്ങൾ നൽകിയ ഉത്തരം പിണറായി വിജയൻ എന്നാണ്. പ്രതിപക്ഷ നേതാവായ VD സതീശനേക്കാളും ബഹുദൂരം മുന്നിലാണ് ആ സ്ഥാനം. ഉമ്മൻചാണ്ടിക്ക് ശേഷം UDFന് ജനകീയനായ എല്ലാ കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്ന ഒരു നേതാവില്ല എന്ന സത്യം കൂടിയാണ് ഈ സർവേകൾ അറിയാതെയാണെങ്കിലും വിളിച്ചു പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. തോൽക്കുമെന്ന് ഈ സർവേകൾ തന്നെ പ്രവചിക്കുന്ന മുന്നണിയുടെ നേതാവിനെ വീണ്ടും മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ യുക്തിയില്ലായ്മ എത്രത്തോളമാണ്? ജനങ്ങൾക്ക് ഇത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി തന്നെ തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ അവർ എന്തിനാണ് വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്നത്? ഇവിടെയാണ് ഈ എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ വെറും കടലാസ് പുലികൾ മാത്രമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലുള്ള ഒരു സർക്കാരിനെതിരെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ഒരു വലിയ മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ അവർക്കെതിരെ നിരന്തരം പണിയെടുക്കുകയായിരുന്നു. ഇല്ലാത്ത കഥകൾ മെനഞ്ഞും വിവാദങ്ങൾ സൃഷ്ടിച്ചും മനുഷ്യൻ്റെ മസ്തിഷ്കം നിറയ്ക്കാൻ അവർ നിരന്തരം ശ്രമിച്ചു. കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ ഇടപെടലുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, അങ്ങനെ പ്രതിസന്ധികളുടെ വലിയൊരു പരമ്പര തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇടതുപക്ഷം തകർന്നടിഞ്ഞില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പകരം അവർ അധികാരത്തിനുള്ള മാൻഡേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഒരു UDFോ BJPയോ ആണ് ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അധികാരമില്ലെങ്കിൽ നിലനിൽപ്പില്ലാത്ത ആ പാർട്ടികൾ എപ്പോഴേ മാനസികമായി തകർന്ന് തരിപ്പണമായേനെ. യൂട്യൂബിലെ തന്നെ ചില സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഡാറ്റ അനലിസ്റ്റുകളുടെയും വീഡിയോകൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട സർവേകളെ വിലയിരുത്തിക്കൊണ്ട് അവരിൽ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനവും അവരുടെ കേഡർ വോട്ടുകളും ഇത്തരം എക്സിറ്റ് പോളുകളിൽ കൃത്യമായി പ്രതിഫലിക്കാറില്ല എന്നത്. കാരണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ വോട്ടർമാർ പലപ്പോഴും ക്യാമറകൾക്ക് മുന്നിലോ സർവേക്കാരുടെ മുന്നിലോ വന്ന് ആവേശം കാണിക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്നവരല്ല. അവർ വളരെ നിശബ്ദരായിപ്പോയി അവരുടെ രാഷ്ട്രീയ ശരികൾക്ക് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സർവേകൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയായിരിക്കാമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുൻപ് പലപ്പോഴും എക്സിറ്റ് പോളുകൾ പാളിപ്പോയതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, യഥാർത്ഥ ഫലം വരുന്നതിന് മുൻപ് എക്സിറ്റ് പോളുകൾ കണ്ട് ലഡു വിതരണം ചെയ്യുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരാനാണ് കൂടുതൽ സാധ്യത. ഇനി ഒരുപക്ഷേ വോട്ടെണ്ണി കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടാൽ തന്നെ എന്താണ് സംഭവിക്കുക? അതോടെ അവർ ഇല്ലാതാകുമോ? ഇല്ല. അധികാരമില്ലെങ്കിലും അവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമല്ല. കാരണം UDF പോലെ അടുത്ത 5 വർഷം ഏതെങ്കിലും കസേരയുടെ കാലും സ്വപ്നം കണ്ട് ഉറങ്ങാൻ പോകുന്നവരല്ല അവർ. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും അവർ എപ്പോഴും തെരുവിലുണ്ടാകും. തിരഞ്ഞെടുപ്പ് വിജയം എന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. യഥാർത്ഥ ജനവിധി വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. ഫലം പുറത്തു വരുമ്പോൾ ഈ എക്സിറ്റ് പോൾ കണക്കുകളൊക്കെ കാറ്റിൽ പറക്കുമോ, അതോ പുതിയ കുപ്പായം തുന്നി വച്ചവർക്ക് അതിടാൻ സാധിക്കുമോ എന്ന് അപ്പോൾ വ്യക്തമാകും. അതുവരെ ഈ സർവേകളിലെ ബഹളങ്ങൾ കണ്ട് ആരും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യാഥാർത്ഥ്യം അതല്ല എന്ന് ചരിത്രം നമ്മെ പലവട്ടം പഠിപ്പിച്ചിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ കണക്കുകളും വിലയിരുത്തലുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. ഈ രാഷ്ട്രീയം അത്ര വേഗത്തിലൊന്നും അവസാനിക്കുന്ന ഒന്നല്ല.